എൻ്റെ അമ്മയുടെ കൈ ഓപ്പറേഷൻ ഞരമ്പ് രണ്ടും ഇങ്ങനെ ഒരു ലോക്കായി കിടക്കുമായിരുന്നു. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാഞ്ഞിട്ട് ആദ്യം ഒരു കൈ ഓപ്പറേഷൻ ചെയ്തതാണ്. അപ്പം ഡോക്ടർ അന്നേ പറഞ്ഞായിരുന്നു മറ്റേ കൈ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, വിലക്കുറവുണ്ടായിരുന്നു. ഇപ്പം ഒരു 1.5-2 ആഴ്ചയായിട്ട് ആ കൈക്ക് വലിയ ബലമില്ല, തുണി പിഴിയാൻ പറ്റണില്ല, വലിയ വെയിറ്റുകൾ എടുക്കാൻ പറ്റണില്ല. പക്ഷെ ഞാനിതൊന്നും പേടിക്കണില്ല. വീട്ടിൽ എന്നാ സംഭവിച്ചാലും എൻ്റെ കൂടെ എൻ്റെ അമ്മയുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ ഒന്നിനും ഭയപ്പെടുന്നില്ല. ഞാൻ വൈകിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് വിശ്വാസപ്രമാണം ചൊല്ലി അമ്മയുടെ ആ ഞരമ്പ് ലോക്കായ ആ ഭാഗത്ത് ജീസസ് എന്ന് പറഞ്ഞ് എഴുതി. ഞാൻ പറയണ വലിയൊരു അത്ഭുതമാണ്. വെറും 3-4 ദിവസത്തിനകം എൻ്റെ അമ്മ പിന്നെ പറയണ എന്നോട് പറഞ്ഞ വാക്ക്, എനിക്ക് തുണി പിഴിയാൻ പറ്റുന്നുണ്ട്, എനിക്ക് വെയിറ്റുള്ളത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ പറയണമെന്ന് വെച്ചാൽ എൻ്റെ കൃപാസനത്തിൽ അമ്മയ്ക്ക് സാധിക്കാത്തതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. ഞാൻ വിശ്വസിച്ചാണ്. എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്, എനിക്ക് ഒരുപാട് ഇതുണ്ട്. പക്ഷേ എൻ്റെ കുറവുകളോടുകൂടി എൻ്റെ അമ്മ ഇവിടെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഒരുപാട് ഉയരങ്ങളിലെത്തിക്കും. ഇപ്പം ഞാൻ 0 ആണെങ്കിലും എൻ്റെ അമ്മ ടോപ്പിലെത്തിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത്. ഞാനൊരു ഹിന്ദുവാണ്, എന്നാൽ പോലും എനിക്ക് എൻ്റെ അമ്മേൻ്റെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മേനെ പ്രൊട്ടക്റ്റ് ചെയ്യണതിന് ഭയങ്കര ലെവലിൽ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എപ്പോൾ പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഈ കാശ് രൂപ ഇതെൻ്റെ കയ്യിലുണ്ടായിരിക്കും. ഞാൻ വാഹനം ഓടിക്കുമ്പോഴാണ്, എന്ത് ചെയ്യുമ്പോഴും ഇത് ഭയങ്കര പവറാണ് എനിക്ക് കിട്ടുന്നത്. ഒരു വർക്കിന് പോകുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും എവിടെ പോകുമ്പോഴാണെങ്കിലും. കൃപാസനത്തിൽ ഏതെങ്കിലും സാക്ഷ്യം ഞാൻ വാട്സപ്പ് വഴി ഷെയർ ചെയ്യുമ്പോഴും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ നീ ഇവിടെ പോകുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ ഞാൻ ടീച്ചർ കൊണ്ട് വിടും. കാരണം എനിക്കതൊന്നും ഇതില്ല. പിന്നെ ഞാൻ പറഞ്ഞ് എൻ്റെ ഇഷ്ടത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരി കൃപാസനത്തിൽ വന്ന് കഴിഞ്ഞിടയ്ക്ക്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇതാണ്. കാരണം ഞാനവളോട് പറഞ്ഞ് എനിക്ക് വന്ന അത്ഭുതങ്ങൾ, എനിക്ക് വന്ന കാര്യങ്ങൾ ഞാനവളോട് പറഞ്ഞ് അവൾ ഈ മണ്ണിൽ അമ്മയുടെ മണ്ണിൽ ചവിട്ടി. അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു 2-3 മാസം മേലെയായി പറവൂര് വെച്ചിട്ട് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. എൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് പകുതിയോളം പോയി. ആ വടി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ നിലയ്ക്ക് നിൽക്കേണ്ട സിറ്റുവേഷനാണെന്ന് ആരും പറയത്തില്ല. പക്ഷേ ഇടിച്ച് എന്നാൽ പോലും എൻ്റെ അമ്മ കൈകളിലും എടുത്ത് റോട്ടിലേക്ക് വെക്കുന്ന പോലെയാണ് ഞാൻ വീണത്. എൻ്റെ കയ്യിലൊരു പാട് പോലും ഇല്ല. ചുവന്ന രക്തം തുടിക്കുന്ന പാടോ അല്ലെങ്കിൽ ഒരു പാട് പോലും എൻ്റെ കയ്യിൽ, എൻ്റെ മുട്ട് പൊട്ടിയിട്ടില്ല, എൻ്റെ ഡ്രസ്സ് കീറിയിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. എൻ്റെ തലയ്ക്കൊരു വിഷയമില്ല, ഒരു കുഴപ്പമില്ല. എൻ്റെ വണ്ടി പോയി 10-25,000 രൂപയുടെ പണി, അത് മാത്രമേ എനിക്ക് കുഴപ്പമുള്ളൂ. എൻ്റെ അമ്മ എന്നെ കൈകളിലെടുത്ത് റോട്ടിലേക്ക് വെച്ച പോലെ എനിക്ക് വന്നു. ഒന്നല്ല, ഒരു 2-3 ആക്സിഡൻറ്റിൽ നിന്ന് എനിക്ക് എൻ്റെ അമ്മ രക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് നിയോഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ, എൻ്റെ കാര്യങ്ങൾ ഒരുപാട് വെച്ചെങ്കിലും എനിക്ക് എൻ്റെ അമ്മ നടത്തിത്തരും. അതൊന്നും ഞാൻ ഫോക്കസ് ചെയ്യണില്ല. കാരണം എനിക്ക് എൻ്റെ നിത്യജീവിതത്തിൽ ഓരോ ദിവസവും എനിക്ക് എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. ഞാൻ ചിലപ്പം എൻ്റെ ലൈഫിൽ ചിലപ്പോൾ തെറ്റ് സംഭവിക്കും, ശരി സംഭവിക്കും. പക്ഷേ ഞാൻ അമ്മയുടെ മുന്നിൽ മുട്ടുകുത്തിയിരിക്കും, പറയും അമ്മേ ഇത് ഞാൻ ചെയ്തത് ഒരു പക്ഷേ തെറ്റായിരിക്കും, പക്ഷേ എങ്കിലും ഒരു മോൻ അമ്മയോട് പറയുമ്പോൾ അമ്മ ക്ഷമിക്കുമല്ലേ എന്ന പോലെ എന്നോട് ക്ഷമിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ അമ്മ എന്നോട് ക്ഷമിക്കണേ.